ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈസിറ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്നത് കഴിഞ്ഞ ഏപ്രിൽ, അതായത് 2020 ഏപ്രിൽ റിലീസ് ചെയ്ത റിയൽമി 6 Pro എന്ന മോഡൽ ഫോണാണ്. മാർച്ചിലാണ് റിയൽമി 6 Pro എന്ന മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലൈറ്റ്നിങ് ബ്ലൂ, ലൈറ്റ്നിങ് ഓറഞ്ച് എന്നീ കളർ വേരിയൻറ്റുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 6GB, 8GB എന്നിങ്ങനെ 2 റാം വേരിയൻറ്റുകൾ നമുക്ക് ലഭ്യമാണ്. റോം ആണെങ്കിൽ 64, അതുകൊണ്ട് തന്നെ 128GB അവൈലബിൾ ആണ്. അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ബോക്സിൽ കാണാനാവുക റിയൽമി 6 Proയുടെ മൊബൈൽ, അതുപോലെ തന്നെ 30W ഫ്ലാഷ് ചാർജർ, USB Type-C കേബിൾ, പ്രൊട്ടക്റ്റഡ് കേസ്, സിം കാർഡ് എജക്ഷൻ ടൂൾ, അതുകൊണ്ട് തന്നെ ബുക്ക്ലെറ്റ് ആൻഡ് വാറണ്ടി കാർഡ്സ്. ഇത്രയാണ് നമുക്ക് പാക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ റിയൽമി 6 Pro പുറമെ നോക്കിക്കഴിഞ്ഞാൽ 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഇടാവുന്ന ഒരു സിം സ്ലോട്ടും, അതുപോലെ തന്നെ USB Type-C കണക്ട് ചെയ്യാവുന്ന ഒരു ചാർജർ പോർട്ടും, ഫിംഗർ പ്രിന്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പവർ ബട്ടൺ, സ്പീക്കർ, 2 മൈക്രോഫോൺ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീ, അതുപോലെ തന്നെ 3.5mm ഒരു ജാക്ക്. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ലുക്കിൽ പുറമെ മൊബൈലിൽ കാണാനാവുക. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 64MP ക്വാഡ് ക്യാമറയാണ് ഇതിനുള്ളത്. 20x ഹൈബ്രിഡ് സൂം റിയർ ക്യാമറയിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ഡ്യുവൽ പഞ്ച് ഹോൾ ക്യാമറയാണ്. റിയർ ക്യാമറയിൽ 64MP പ്രൈമറി ക്യാമറ സാംസങ് GW1 എന്ന ഇമേജ് സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പർച്ചർ 1.8 ഓപ്പൺ നമുക്ക് കിട്ടുന്നുണ്ട്. വൈഡ് ആംഗിളിലാണെങ്കിൽ 8MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പർച്ചർ 2.3 ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. ടെലിഫോട്ടോ ലെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ 12MP ടെലിഫോട്ടോ ലെൻസ്, അപ്പർച്ചർ 2.5 ലഭിക്കുന്നുണ്ട്. 2MP മാക്രോ ലെൻസ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ലഭിക്കുക. വളരെ മികച്ച ഒരു വീഡിയോ സ്റ്റെബിലൈസേഷൻ ഇതിൽ നമുക്ക് ലഭ്യമാണ്. 4K 30 ഫ്രെയിംസ് വരെ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ഇതിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1080 30 ഫ്രെയിംസ്, 60 ഫ്രെയിംസ്, 720 30 ഫ്രെയിംസ്, 60 ഫ്രെയിംസ് റെക്കോർഡിംഗ് നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ ഇൻ ഡിസ്പ്ലേ സെൽഫിയാണ് ഉള്ളത്. സോണിയുടെ IMX471 എന്ന ഇമേജ് സെൻസറാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. 16MP വൈഡ് ആംഗിൾ ക്യാമറ, അപ്പർച്ചർ 2 ഓപ്പൺ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ക്യാമറ 8MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ്. അപ്പർച്ചർ 2.2 ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 1080 30 ഫ്രെയിംസും, അതുപോലെ തന്നെ 720 30 ഫ്രെയിംസ്, 120 ഫ്രെയിംസ് സ്ലോ മോഷൻ വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോ എടുക്കുമ്പോൾ വൈഡ് ക്യാമറ അല്പം എക്സ്പോഷർ കൂടുതലാണെന്ന് കാണുന്നുണ്ട്. ബിൽറ്റ് ആയി വരുന്ന സോ ലൂപ്പ് എന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഷോർട്ട് വീഡിയോസ് നമുക്ക് നിർമ്മിക്കാനാവും. 30W ഫാസ്റ്റ് ചാർജറാണ് ബോക്സിൽ നമുക്ക് ലഭിക്കുക. 5V 6A ചാർജറിനൊപ്പം നമുക്ക് ലഭിക്കുന്നത് C ടൈപ്പ് കേബിളാണ്. കമ്പനി പറയുന്നത് 1 മണിക്കൂറിൽ ഫുൾ ചാർജ് ആകുമെന്നാണ്. എന്നാൽ 40 തൊട്ട് 100% വരെ ചാർജ് ആകാൻ ഏകദേശം 50 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.6 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. റെസൊല്യൂഷൻ 2400x1080 FHD ആണ്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ 90:6% ആണ്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 90 Hz വരെ റീഫ്രഷിംഗ് റേറ്റ് കിട്ടുന്നതിനാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു UI എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നു. ആൻഡ്രോയിഡ് 10 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിയൽമി UI ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. Qualcomm Snapdragon 720G 8nm Octa Core Processor ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 2020 ഇൻട്രൊഡ്യൂസ് ചെയ്ത 720G വളരെ പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ്. മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഈ പ്രൊസസ്സർ Adreno 618 ആണ് GPU. PUBG പോലുള്ള ഹെവി ഗ്രാഫിക്സ് സപ്പോർട്ട് വേണ്ട ഗെയിമുകൾ വളരെ സ്മൂത്തായി തന്നെ നമുക്കിതിൽ കളിക്കാനാവും. 5th ജനറേഷൻ Qualcomm AI എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്.
2 സിമ്മും അതുപോലെ തന്നെ ഒരു മൈക്രോ SD-യും ഉൾപ്പെടുന്ന 3 കാർഡിൻ്റെ സിം സ്ലോട്ടാണ് നമുക്ക് വരുന്നത്. ഇന്ത്യൻ നേവിഗേഷൻ സിസ്റ്റമായ നാവിക് സപ്പോർട്ട് ഈ ഫോണിന് നമുക്കുണ്ട്. ഡ്യുവൽ ഫ്രീക്വൻസി GPS ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓഡിയോയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയിട്ടാണ് Realme 6 Pro ഇറക്കിയിട്ടുള്ളത്. സൂപ്പർ ലീനിയർ സ്പീക്കർ, ഡബിൾ മൈക്ക് നോയിസ് സപ്രഷൻ, ഡോൾബി അറ്റ്മോസ്, ഹൈറസ് ഓഡിയോ എന്നിങ്ങനെ ഓഡിയോയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയിട്ട് തന്നെയാണ് Realme 6 Pro ഇറക്കിയിട്ടുള്ളത്. ഇനി സെൻസർ പരിശോധിച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സെൻസർ, ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ഗൈറോമീറ്റർ, ആക്സലറേഷൻ സെൻസർ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 12999 6GB 128GB വില. മിഡ് റേഞ്ചിൽ ഈ വില അല്പം കൂടുതലാണെന്ന് കരുതാനാവും. ഒരു 16,000-17,000 റേഞ്ച് ആയിരുന്നെങ്കിൽ വളരെ മികച്ച ഒരു സെലക്ഷൻ തന്നെയായിരുന്നു ഈ ഫോൺ. ഫ്ലിപ്കാർട്ടിൽ ഫ്ലാഷ് സെയിലിലാണ് ഇപ്പോൾ ഈ മൊബൈൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ മൊബൈലുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.